വെറും 6 മാസം കൊണ്ട് 40,000 രൂപ സാലറി സ്റ്റാർട്ടിങ് കിട്ടുന്ന ഒരു ജോലിയുടെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരണം. എന്നാ പിന്നെ ഈ വീഡിയോ മുഴുവൻ കണ്ടോ. ഈ ജോലിക്ക് നിങ്ങൾക്ക് വെറും 6 മാസം ഒരു ഡിഗ്രി വേണ്ട, ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഇനി നിങ്ങൾ ഡിഗ്രി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ പഠിച്ചാൽ മതി. അതിനുള്ള കോഴ്സസ് ഏതൊക്കെ എടുക്കണമെന്നും ഈ സെഷനിലൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സസ് എടുക്കുക, നല്ല CV ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നും എങ്ങനെ ജോലി കിട്ടാൻ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഈ ഒരു സെഷനിലൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സോ ഈ ജോലിയുടെ പേരാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അസോസിയേറ്റ് ആവാൻ, അതല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റർ ആവാൻ. നമുക്ക് ഈ സെഷൻ കംപ്ലീറ്റ് ആയി കാണാം. എൻ്റെ പേര് ആരിഫ് പുള്ളാട്ട്. വെൽക്കം ടു അനദർ സെഷൻ. സോ ഫസ്റ്റ് നമുക്ക് ജോബ് റോൾ വെച്ച് പറഞ്ഞു തുടങ്ങാം. ഇത് ആക്ച്വലി ഒരു സോഷ്യൽ മീഡിയ മാനേജർ, ഒരു ജോബ് റോൾ, 2 പെർഫോമൻസ് മാർക്കറ്റർ. സോഷ്യൽ മീഡിയ മാനേജർ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയുടെ സ്ട്രാറ്റജി മാനേജ് ചെയ്യുന്നു. പെർഫോമൻസ് മാർക്കറ്റ് കമ്പനിയുടെ മൊത്തം മാർക്കറ്റിംഗ് സ്പെൻസിനെ മാനേജ് ചെയ്യുന്നു, ആഡ്സ് മാനേജ് ചെയ്യുക. അപ്പോൾ ഈ 2 ആൾക്കാരും മാനേജ് ചെയ്യുന്നത് ആഡ്സ് ആണ്. രണ്ടും ഫേസ്ബുക്ക് ആഡ്സും ഗൂഗിൾ ആഡ്സും ആണ്. ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ അത് യൂസ് ചെയ്യാൻ പഠിക്കണം. ഒരു സോഷ്യൽ മീഡിയ മാനേജർ എന്ത് ചെയ്യും? ആഡ്സ് റൺ ചെയ്ത് കണ്ട് അവരുടെ സോഷ്യൽ മീഡിയ ഫോളോയിങ് കൂട്ടാൻ നോക്കും. റീൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റാഗ്രാം ഫോളോയിങ് കൂട്ടാൻ നോക്കുക. അതല്ലെങ്കിൽ അങ്ങനത്തെ മാർഗം ഫേസ്ബുക്കിൽ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് മാറ്റാൻ നോക്കുക. കണ്ടന്റ് ഉണ്ടാക്കുക, ആഡ്സ് റൺ ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഒരു സോഷ്യൽ മീഡിയ മാനേജർ ആവണമെങ്കിലും ആഡ്സ് റൺ ചെയ്യാൻ അറിയണം എന്തായാലും. 2 പെർഫോമൻസ് മാർക്കറ്റർ ആവാൻ ആഡ്സ് റൺ ചെയ്യാൻ ഇൻക്രെഡിബിളി അറിയണം, ഒപ്റ്റിമൈസ് ചെയ്യാനും അറിയണം, എത്ര കാശ് കുറച്ച് എത്ര റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടിയിട്ട് ചെയ്യാൻ അറിയണം, കറക്റ്റ് കീ ഏരിയാസിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റണം. ഏറ്റവും കൂടുതൽ കൺവേർഷൻ, ഇപ്പോൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിക്കാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൺവേർഷൻ കിട്ടുന്ന കൊച്ചിയിലാണ്. പക്ഷെ തിരുവനന്തപുരത്ത് പോയിട്ട് കുറേ കാശ് ചിലവാക്കി ആഡ്സ് റൺ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ യൂസേഴ്സ് കിട്ടുകയാണെങ്കിൽ, കൊച്ചിയിൽ നിന്ന് കുറേ യൂസേഴ്സ് വരുന്നുണ്ടെങ്കിൽ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ അതാണ് ചെയ്യേണ്ടത്. അതാണ് പെർഫോമൻസ് മാർക്കറ്ററുടെ പണി. അപ്പോൾ പെർഫോമൻസ് മാർക്കറ്റർ ആവാൻ ഇൻറ്റൻസ് ആയിട്ട് ഗൂഗിൾ ആഡ്സ് പഠിക്കണം. അപ്പോൾ ഇത് പഠിക്കാൻ നമുക്ക് ഓൺലൈനായിട്ട് എല്ലാം പഠിക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു പ്രൊഫഷൻ്റെ സാലറി റോളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിലേക്ക്, ഈ 2 ഫീൽഡിലേക്ക് കടക്കാൻ ആൾക്കാർ കോളേജും ഡിഗ്രിയും ഒന്നും ചോദിക്കില്ല. കോളേജിൻ്റെ വാല്യൂ എത്ര ഉണ്ട്, എന്തുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക്, അതല്ലെങ്കിൽ ഇത് കുറച്ച് ബുദ്ധി ഉപയോഗിച്ചാൽ മതി, കുറച്ച് ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ എന്നാലായിട്ട് ഒരു പെർഫോമൻസ് മാർക്കറ്റർ മാസം 20-30 ലക്ഷം ആഡ്സിന് റൺ ചെയ്യുന്ന ആളാണ്. പക്ഷെ അതേപോലെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണ്. ഒരേ പണി ചെയ്യാനുള്ളൂ, പക്ഷെ റെസ്പോൺസിബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും ഓരോ കമ്പനിയുടെ വലിപ്പം കൂടുന്തോറും. സോഷ്യൽ മീഡിയ മാനേജർ ആണെങ്കിൽ വലിയതാണെങ്കിൽ, വലിയൊരു ചാനലാണെങ്കിൽ, വലിയൊരു ഇതാണ് നമ്മളെപ്പോലത്തെ ചാനൽ, എന്താ ചെയ്യുക, സോഷ്യൽ മീഡിയ മാനേജറിന്റെ പണി കൂടും, റെസ്പോൺസിബിലിറ്റി കൂടും. അപ്പം നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ തന്നെയാണ് മാനേജർ, ഞാൻ തന്നെയാണ് എഡിറ്റർ, ഞാൻ തന്നെയാണ് എല്ലാം. എഡിറ്റർ ആക്ച്വലി 2 പേരുണ്ട്. പക്ഷെ മൊത്തത്തിലൊരു മറ്റേ ഒരു സിനിമാ നടൻ ഉണ്ടല്ലോ കേരളത്തിലെല്ലാം എഡിറ്റിങ്ങും തേങ്ങയൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഫോട്ടോ കാണാം, സുഭാഷ് പണ്ഡിറ്റ്, സന്തോഷ് പണ്ഡിറ്റ് പോലത്തെ ഒരു സെറ്റപ്പാണ് എൻ്റെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് കയറാൻ നിങ്ങൾക്ക് ആക്ച്വലി ഒരു റോഡ് വേ പാത്ത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പറയുന്ന സർട്ടിഫിക്കേഷൻസ് നിങ്ങളത് പഠിച്ച് തീർക്കുക. എന്നിട്ട് ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുക, ലിങ്ക്ഡിൻ വഴി മെസ്സേജ് അയക്കുക. അതിനുള്ള കോൾഡ് മെയിലിംഗ് ടെംപ്ലേറ്റും ഞാൻ മുന്നിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങളിങ്ങനെ ഓരോ ഇന്റേൺഷിപ്പ് ചെയ്യാൻ നോക്കുക. മിനിമം 15,000 സ്റ്റൈപ്പൻഡുള്ള ഇന്റേൺഷിപ്പ് ചെയ്യുക. 1-2 months നിങ്ങൾ ചെയ്യുന്നു, അടുത്ത കമ്പനി പോകുന്നു. എന്നിട്ട് ഈ 6 മാസം കൊണ്ട് നിങ്ങൾ 3 കമ്പനിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പെർഫോമൻസ് മാർക്കറ്റിംഗ് ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനി പെർഫെക്റ്റ് ആയിട്ട് എന്തായാലും നിങ്ങൾക്കൊരു ഫുൾ ടൈം ഓഫർ തരും. അപ്പോൾ ഫുൾ ടൈം ഓഫർ കിട്ടുമ്പോൾ മിനിമം 40,000 റുപ്പീസ് സ്റ്റൈപ്പൻഡ് കിട്ടും. സ്റ്റാർട്ടപ്സിലെ കാര്യം അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എത്രയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സ്റ്റാർട്ടപ്സിൽ നല്ല ഹയറിംഗ് ഉണ്ട് ഈ ഒരു ഫീൽഡിൽ. കാരണം എപ്പോഴും ആൾക്കാർക്ക് എല്ലാ സ്റ്റാർട്ടപ്പിനും വേണ്ട ഒരു സാധനമാണ് അവരുടെ മാർക്കറ്റിംഗ്, ആഡ് സ്ട്രാറ്റജി, സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി. നമ്മൾ പറഞ്ഞല്ലോ ഇനി എങ്ങനെ കയറാം, എങ്ങനെ പഠിക്കാം, എന്ത് പഠിച്ചിട്ടാണ് കയറാൻ പറ്റുക എന്നാണ് ഇപ്പം നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. സോ ഇതാണ് കോഴ്സെറയുടെ പേജ്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ലിങ്ക് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഈ പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഗൂഗിൾ ആഡ്സ് ഫോർ ബിഗിനേഴ്സ്, ഫസ്റ്റ് നിങ്ങൾക്ക് അത് പഠിക്കുക. ഫേസ്ബുക്ക് ആഡ്സിന് വേറെയും കോഴ്സസ് ഇതിൽ കിട്ടും. സോ ഫസ്റ്റ് ബേസിക് തിങ് ഗൂഗിൾ ആഡ്സിന് പഠിക്കുക. ഗൂഗിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഇ കൊമേഴ്സ്. സോ ഈ ഒരു കോഴ്സാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായ ഒരു കോഴ്സ്. അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇ കൊമേഴ്സിന് വേണ്ടി പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. ഇത് ആക്ച്വലി ഇതിലൊരു ക്യാച്ച് ഉണ്ട്. ഇത് എൻറോൾ ഫോർ ഫ്രീ ആയി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കാശ് കൊടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും ഗൈസ്, ഈ ഫിനാൻഷ്യൽ എയ്ഡ് പറഞ്ഞ സാധനമില്ലേ, ഇത് അപ്ലൈ ചെയ്യുന്നു, ഇത് നെക്കുന്നു. എന്നിട്ട് നിങ്ങൾ അവിടെ പോയി ഒരു ചെറിയ 2 പാരഗ്രാഫ് എഴുതാണ്ടാവും. അത് നിങ്ങൾ ChatGPT ഇടുന്നു. എന്നിട്ട് നിങ്ങളത് പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുന്നു, ഫിനാൻഷ്യൽ എയ്ഡ് കിട്ടുന്നു. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ പഠിച്ച് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റും കിട്ടും, ഷെയറബിൾ. പക്ഷേ സർട്ടിഫിക്കറ്റിന് ഒരു ആവശ്യമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നിങ്ങൾക്ക് പണി അറിയലാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പണി പഠിക്കാൻ നിങ്ങൾക്ക് ഈ കോഴ്സ് റെഫർ ചെയ്യാം.
ഈ കോഴ്സ് എന്തായാലും റെഫർ ചെയ്യുക. കാരണം ഇതാണ് ഏറ്റവും ബെസ്റ്റ് തിങ് ആണ്. ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ വരെ ഞാൻ ആക്ച്വലി ഇതേപോലത്തെ ഒരു കോഴ്സ് എടുത്തിട്ടാണ് യൂട്യൂബിൽ എന്ത് തേങ്ങ ചെയ്യുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രേ ഉള്ളൂ, കുറേ വീഡിയോ അങ്ങ് ഇടുക, ആൾക്കാർ കാണുന്ന തരത്തിലുള്ള അത്രേ ഉള്ളൂ. അതുകൊണ്ട് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സും കുറവാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം ഗൈസ്. നമുക്ക് കുറവാണ് അതേപോലത്തെ എനിക്ക് കുറേ കാര്യങ്ങൾ തരാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ട് ഒരു മോട്ടിവേഷൻ ഇല്ല. നമുക്ക് മോട്ടിവേഷൻ ആക്കണം, 100K ആക്കണം, എന്നിട്ട് 1 million ആക്കണം. അപ്പോൾ ഇത് വേറെ ഗൂഗിളിൻ്റെ സ്വന്തമായിട്ട് ഫ്രീ കോഴ്സസ് ഗൂഗിളിൻ്റെ സൈറ്റിലൂടെ skillshop.bosas.com ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ സ്കിൽ ഷോപ്പിൽ എന്താ കുറേ കോഴ്സ് ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ 3 മണിക്കൂർ ഉള്ള കോഴ്സുകളാണ്. ഇതൊക്കെ നന്നായി ഈസിയായി പഠിക്കാൻ പറ്റും. ആപ്പ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം, പിന്നെ AI powered ഷോപ്പിംഗ് ആഡ്സ് സർട്ടിഫിക്കേഷൻ, ഷോപ്പിങ്ങിന് വേണ്ടി മാത്രമുള്ള ആഡ്സ് എങ്ങനെ റൺ ചെയ്യണം എന്നുള്ള സർട്ടിഫിക്കേഷൻ, ക്രിയേറ്റീവ് സർട്ടിഫിക്കേഷൻ, ഡിസ്പ്ലേ സർട്ടിഫിക്കേഷൻ, പിന്നെ പ്രോയിലേക്ക് ഇങ്ങനെ കടക്കുമ്പോൾ ഓരോ കോഴ്സസുകൾ ഇതിലുണ്ട്. അനലിറ്റിക്സ് സർട്ടിഫിക്കേഷൻ, ഗൂഗിൾ അനലിറ്റിക്സ്. അപ്പോൾ കുറേ സർട്ടിഫിക്കേഷൻസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു, നമ്മൾ എൻ്റെ വീഡിയോ കണ്ട് ഇത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു, ഇനി എങ്ങനെ ജോലി കിട്ടും? അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ഔട്ട് ചെയ്യാൻ നിങ്ങളൊരു 6 മാസം ടൈം കൊടുക്കണം. ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു 6 മാസം ടൈം. അപ്പോൾ നമുക്ക് ഇതിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ 2 സ്കീമുണ്ട്. ലിങ്ക്ഡിനിൽ പോയിട്ട് നേരെ അങ്ങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെർച്ച് ചെയ്യുക, എന്നിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് തുടങ്ങുക. അതൊരു മാർഗം. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ സ്റ്റാർട്ടപ്സിനെ കണ്ടുപിടിച്ചിട്ട് അതായത് ഹയറിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതല്ലെങ്കിൽ ഹയറിംഗ് പെർഫോമൻസ് മാർക്കറ്റിംഗ് നമ്മളിവിടെ സെർച്ച് ചെയ്യുമ്പോൾ എന്താ ഇവരൊക്കെ പെർഫോമൻസ് മാർക്കറ്റ്, ഗ്രോത്ത് സ്കൂൾ, അങ്ങനത്തെ കമ്പനീസുകളിൽ ഇനി നമ്മൾ ജോബ്സിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ജോബ്സിൽ എന്തായാലും കാണും. എൻ്റെ ലിങ്ക്ഡിൻ ഭയങ്കരമായിട്ട് MNC ഫോക്കസ്ഡ് ആയിട്ടുള്ള ലിങ്ക്ഡിൻ ആണ്. അതുകൊണ്ട് ഇതിലങ്ങനെ തോന്നിയ പോലെ വരണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. പിന്നെ ഇതിന് വേണ്ടത് അടുത്തത് എന്താ, ലിങ്ക്ഡിനിലാണ് നിങ്ങൾ എന്തായാലും ഇത് കണ്ടുപിടിക്കേണ്ടത്. ഫൗണ്ടേഴ്സിനെ കാണുമ്പോൾ മെസ്സേജ് അയക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്റേൺഷിപ്പ് ചെയ്യണം, സോഷ്യൽ മീഡിയ മാനേജർ ഇന്റേൺഷിപ്പ് ചെയ്യണം. ഇനി നമുക്ക് CV അല്ലേ വേണ്ടത്. CV ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫോർമാറ്റ് പിടിക്കണം. ആ ഫോർമാറ്റ് പിടിക്കാനാണ് ഈ ഒരു സെഷനിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ഒരു ഫോർമാറ്റിൽ ഞാൻ നിങ്ങൾക്ക് ഈ ടെംപ്ലേറ്റ് ആണ് ഇത് ആക്ച്വലി. അപ്പോൾ CV നമ്മൾ ഉണ്ടാക്കൽ ഈ ഒരു ടെംപ്ലേറ്റ് ഇങ്ങനെ ഓരോ സെക്ഷനിൽ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഇവിടെ ഞാൻ കമൻസിൽ ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യണം, ഇതിൽ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്തൊക്കെയാണ്, ഇത് ഞാൻ നിങ്ങൾക്ക് അങ്ങ് തരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഈസിലി ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിലെ സൈറ്റിൽ പോവുക. എൻ്റെ സൈറ്റിൽ പോയിട്ട് നിങ്ങളിവിടെ ഇമെയിൽ സബ്മിറ്റ് ചെയ്ത എൻ്റെ ഇൻറ്റേൺഷിപ്പ് ഗ്രൂപ്പിലേക്ക് നേരെ ഇതാക്കാൻ പറ്റും. ഇൻറ്റേൺഷിപ്പിൻ്റെ ഗ്രൂപ്പ് ഞാൻ റൺ ചെയ്യുന്നുണ്ട്. ഞാൻ ഡെയിലി 2-3 ഇൻറ്റേൺഷിപ്പ് കണ്ടു കഴിഞ്ഞാൽ എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് പിന്നെ ഇവിടെ ഫ്രീ CV ടെംപ്ലേറ്റ് ഫോർ കോർപ്പറേറ്റ്സ് എന്ന് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ, ഇത് നെക്കിയാൽ നേരെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അരക്സിൽ എന്തായാലും ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടാനുള്ള ബെനിഫിറ്റ് എന്തായാലും നിങ്ങൾക്ക് വരും. അങ്ങനെ ഒരു കാര്യം ഞാൻ എന്തായാലും കാണുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഈ CV ടെംപ്ലേറ്റ് അതിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് കോൾഡ് മെയിലിംഗ് ടെംപ്ലേറ്റ്. നിങ്ങൾ ലിങ്ക്ഡിനിൽ കണ്ടുപിടിച്ച് ആൾക്കാർക്ക് മെസ്സേജ് അയക്കുമ്പോൾ അയക്കണ്ടേ, എന്തയക്കണം ആൾക്കാർക്ക് മെസ്സേജ് അയക്കുമ്പോൾ, അതിനാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്ന കോൾഡ് മെയിലിംഗ് ടെംപ്ലേറ്റ് ആണ് ലിങ്ക്ഡിനിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി. ടീക്കേ, CV അയച്ചു കൊടുക്കുമ്പോൾ ലിങ്ക്ഡിനിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് നേരെ കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുത്ത് നിങ്ങളെ രീതിയിൽ, എൻ്റെ സാധനങ്ങളൊന്നും അതേപോലെ കോപ്പി അടിച്ച് വെക്കല്ലേ ഗൈസ്, പിന്നെ എനിക്ക് പണി കിട്ടും. പിന്നെ ഇത് ഇമെയിലിലൂടെ നിങ്ങൾക്ക് ഇമെയിൽ ID കിട്ടി എന്നിട്ട് നിങ്ങൾക്ക് അയക്കാനുള്ള അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് ലെങ്തി റൈറ്റപ്പ്. അപ്പോൾ ലിങ്ക്ഡിനിൽ അയക്കുമ്പോൾ ചെറിയ റൈറ്റപ്പാണ് അയക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഈ ഫയലിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നേരെ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ടീക്കേ, അത്രേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് എൻഡിങ്ങിലോട്ട് കിടക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. ഇന്റർവ്യൂ എങ്ങനെ നിങ്ങൾ ക്ലിയർ ചെയ്യും? ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഈ ജോബ് റോളിലെ ഇന്റർവ്യൂ മൊത്തത്തിൽ അസൈൻമെന്റ് ബേസ്ഡ് ആയിരിക്കും. നിങ്ങളോട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറയും, എന്നിട്ട് ഒരു ആഡ് റൺ ചെയ്യാൻ പറയും. അങ്ങനെയൊക്കെ ആയിരിക്കും ഇന്റർവ്യൂ ഉണ്ടാവുക. അപ്പോൾ ഒരു 3-4 ഇന്റർവ്യൂ അങ്ങനെ കയറുമ്പോഴേ 5-ാമത്തെ 6-ാമത്തെ ചിലപ്പോൾ കിട്ടിയെന്ന് വരുള്ളൂ. ഇന്റേൺഷിപ്പിനായാലും ജോബിനായാലും അങ്ങനെ ഒരു അവസ്ഥ. അപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂവിന് കയറാൻ മടിക്കരുത്. ഓരോ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങളൊരു വേർഡ് ഡോക്യുമെന്റ് എടുക്കുക ലാപ്ടോപ്പിൽ, എന്നിട്ട് ആ കമ്പനിയുടെ പേര് ഇന്റർവ്യൂ എഴുതിയിട്ട് താഴെ ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ടിട്ട് ആ ഇന്റർവ്യൂവിൽ നിങ്ങൾ എന്തൊക്കെ ഫക്ടപ്പ് കാര്യങ്ങളാണ് ചെയ്ത് മൊത്തം ചൂത്തിയപ്പോൾ ചെയ്ത് എന്തൊക്കെയാണ് ഒരു ചോദ്യം ചോദിച്ചാൽ ആൻസർ കിട്ടില്ല, ആ ചോദ്യം ഇവിടെ എഴുതിയേക്കുക. ഇങ്ങനെ ഓരോ ഇന്റർവ്യൂ നിങ്ങൾ എഴുതി കഴിയുമ്പോൾ 3-4 ഇന്റർവ്യൂ കഴിയുമ്പോൾ 2 പേജ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആ അടുത്ത ഇന്റർവ്യൂക്ക് പോകുമ്പോൾ ഇത് വായിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഞാൻ 2 വർഷമായിട്ട് ചെയ്യുന്ന സാധനമാണ്, ഇപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എപ്പോഴും ഇമ്പ്രൂവ് ആവുന്നത്. സോ കൺക്ലൂഡിങ്, ഇതൊരു പുത്തൻ ജോബ് റോളാണ്. അതുകൊണ്ട് നല്ല റിക്വയർമെൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് ആരും ഇങ്ങനെ കൊണ്ടുവരാൻ പോകുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്യണം.
അപ്പോൾ അപ്രോച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ CV ടെംപ്ലേറ്റ് വരെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ അരക്സ് ഇൻറ്റേൺഷിപ്പ് ഗ്രൂപ്പിൽ എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൽ ഞാൻ 2-3 ഇൻറ്റേൺഷിപ്പ് ഡെയിലി കാണുന്നൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് നേരെ പോയി അപ്ലൈ ചെയ്യുക. അത്രയും സുഖം. ഇത്രയൊക്കെ ചെയ്ത് തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ തരും. നമുക്ക് വൈറലാക്കണം, 100K ഒക്കെ ആക്കണ്ടേ. എനിക്കിവിടെ ഇങ്ങനെ ഒരു മറ്റേ ബട്ടണില്ലേ, എന്താ തേങ്ങ ഇനി പറയാം, സിൽവർ ബട്ടണൊക്കെ ഇവിടെ എനിക്ക് വേണം. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. അപ്പോൾ ദാറ്റ്സ് ഓൾ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഞാൻ ഇത്ര അഹങ്കാരമാണെങ്കിലും ബട്ട് സ്റ്റൗ ഒന്നുമില്ല ഉള്ളിലൊന്നുമില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തായാലും നമുക്ക് അടുത്തൊരു സെഷനിലൂടെ കാണാം.